നമസ്കാരം. എത്രയൊക്കെ കർശനമാക്കിയാലും പൊതുനിരത്തുകളിൽ നിയമലംഘനം നടത്തുന്നതിൽ മലയാളികൾ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാറില്ല. പിഴ കിട്ടിയാലും വേണ്ടില്ല, ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ വണ്ടി ഓടിക്കൂ എന്ന നിർബന്ധ ബുദ്ധിക്കാരാണ് പലരും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കാറിൽ ഘടിപ്പിച്ച ക്യാമറ വഴി ഒരാഴ്ച കൊണ്ട് 15 നിയമലംഘനങ്ങളാണ് പിടികൂടിയത്. കൂടുതലും ഹെൽമറ്റ് ഇല്ലാതെയുള്ള യാത്രയും സിഗ്നൽ ലംഘനവും. പക്ഷേ ഇതൊന്നും കൊണ്ട് മലയാളികൾ നിയമലംഘനം നിർത്താനൊന്നും പോകുന്നില്ല. ഇങ്ങേയറ്റം ഇരുചക്രവാഹനക്കാരൻ തൊട്ട് അങ്ങേയറ്റം ട്രാൻസ്പോർട്ട് ബസ്സും കണ്ടെയ്നർ ലോറിയും അടക്കം നിയമലംഘനം നടത്തുന്നതിൽ മത്സരബുദ്ധി പ്രകടിപ്പിക്കുന്നവരാണ്. നിയമങ്ങൾ എത്ര കർശനമാക്കിയിട്ടുണ്ടെങ്കിലും ചില ഇരുചക്രവാഹനങ്ങൾ പായുന്നത് അമിത വേഗത്തിലാണ്. തലസ്ഥാനത്തെ കാര്യമെടുത്താൽ പോലും തിരക്കുള്ള സമയത്ത് പോലും കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനയാത്രക്കാർക്കും ഭീഷണിയാണ് ഇരുചക്രവാഹനങ്ങളിലൂടെ ചീറിപ്പായുന്നത്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തണമെന്നുറപ്പിച്ച് നിരത്തിലിറക്കുന്ന ഇരുചക്രവാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് ക്യാമറയിൽ പതിയാത്ത വിധത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി വഴിയിലെങ്ങാനും പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുടെയോ പരിശോധനയുണ്ടെന്ന് കണ്ടാൽ ഓടിക്കുന്നയാൾക്ക് തന്നെ പിന്നിലേക്ക് കൈയെത്തിച്ച് നമ്പർ പ്ലേറ്റ് താഴ്ത്തി വയ്ക്കാനുള്ള സൗകര്യവുമുണ്ട്. അത്തരത്തിലാണ് ഈ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കൂട്ടർ KSRTC ബസ്സുകളാണ്. കണ്ണും മൂക്കുമില്ലാത്ത രീതിയിലാണ് പല ഡ്രൈവർമാരും KSRTC ബസ്സുകൾ ഓടിക്കുന്നത്. ഇടതുവശത്ത് കൂടി ഓവർടേക്ക് ചെയ്യുന്നതിനൊന്നും ഇവർ യാതൊരു മടിയും കാണിക്കാറില്ല. മറ്റുള്ള വാഹനയാത്രക്കാർ ജീവനും വാരിപ്പിടിച്ച് കണ്ണിൽ കാണുന്ന ഇടത്തേക്ക് വാഹനം വെട്ടിച്ചു മാറ്റും. ഒരാഴ്ച മുൻപ് ചെങ്ങന്നൂർ വെച്ച് KSRTC ബസ് കാറിലിടിച്ച് 2 പേർ തൽക്ഷണം മരിച്ചിരുന്നു. കാറിലുണ്ടായിരുന്ന ഒരു കുഞ്ഞടക്കം മറ്റുള്ളവർ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലുമായിരുന്നു. അവർ അപകടനില തരണം ചെയ്തോ മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഡ്രൈവറെ അയാളുടെ നാട്ടിൽ നിന്നാണ് പോലീസ് പിന്നീട് പിടികൂടിയത്. അപകടമുണ്ടാക്കിയ ഈ ബസ്സിലെ ജീവനക്കാർ യാത്രക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടെന്നും ഇതിനിടയിൽ ഡ്രൈവറുടെ ശ്രദ്ധ മാറിയതാണ് അപകടത്തിന് കാരണമെന്നുമാണ് പോലീസ് പറയുന്നത്. ഇത്തരത്തിൽ വളരെയധികം അശ്രദ്ധമായും അലക്ഷ്യമായും വാഹനമോടിക്കുന്ന KSRTC ഡ്രൈവർമാരുണ്ട്. ഇനി ഏറ്റവും അപകടം പിടിച്ച കൂട്ടർ ഓട്ടോറിക്ഷക്കാരാണ്. ഇടത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ വലത്തേക്ക് പോകും, വലത്തേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാൽ ഇടത്തേക്ക് പോകും. തിരുവനന്തപുരം നഗരത്തിലെ ഉള്ളൂരും പാളയവും അടക്കമുള്ള ബസ് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കേണ്ട സ്ഥാനത്ത് അനധികൃതമായി ഓട്ടോറിക്ഷ കൊണ്ടിടും. ബസ്സുകൾ നിർത്താൻ ഇടമില്ലാത്തത് കൊണ്ട് നിർത്തേണ്ട ബസ്സുകൾ നടു റോഡിൽ നിർത്തും. ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന യാത്രക്കാരെ മറ്റു വാഹനങ്ങൾ ഇടിച്ച് അപകടമുണ്ടായ സംഭവങ്ങളുമുണ്ട്. ബസ്സിൽ നിന്നിറങ്ങുന്ന യാത്രക്കാരെ പ്രതീക്ഷിച്ചാണ് ഇത്തരത്തിൽ അനധികൃതമായി ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റോപ്പുകളിൽ കൊണ്ടിടുന്നത്. മാത്രമല്ല, നഗരത്തിൽ വാഹന തിരക്കുണ്ടാകുന്നതിൻ്റെയും ഗതാഗത കുരുക്കുണ്ടാകുന്നതിൻ്റെയും പ്രധാന കാരണക്കാരും ഓട്ടോറിക്ഷക്കാരാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെയും KSRTC ബസ് സ്റ്റേഷന്റെയും മുന്നിൽ ഓട്ടോറിക്ഷക്കാരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. തമ്പാനൂരിൽ മാത്രം KSRTC ബസ് സ്റ്റാൻഡിന്റെ ഇരുഭാഗത്തും ഓട്ടോറിക്ഷകൾ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോ സ്റ്റാൻഡുകളാണ്. ഇതൊക്കെ നിയമാനുസൃതമുള്ളതാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഈ സ്റ്റാൻഡുകൾ കൂടാതെയാണ് യാതൊരു മര്യാദകളും പാലിക്കാതെ തമ്പാനൂരിൽ തലങ്ങും വിലങ്ങും ഓട്ടോറിക്ഷകൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം പെർമിറ്റും മറ്റും ഏർപ്പെടുത്തുമ്പോൾ ഓട്ടോറിക്ഷകൾക്ക് ഇതൊന്നും ബാധകമല്ലേ എന്ന് തോന്നിപ്പോകും. സൂചി കയറ്റേണ്ടിടത്ത് തൂമ്പ കയറ്റും എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇവരുടെ കാര്യം. കാരണം ട്രാഫിക് ബ്ലോക്കുകളിലൊക്കെ വാഹനങ്ങൾ നിർത്തിയിടുമ്പോൾ എത്ര ഇടമില്ലെങ്കിലും അതുവഴി ഓട്ടോറിക്ഷ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തും. ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. മീറ്റർ ഇടുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതേക്കുറിച്ച് ആലോചിക്കാൻ തന്നെ ഓട്ടോറിക്ഷക്കാർ അശക്തരാണ്. ഇവരുടെ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യാൻ പോലും പോലീസിനും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്കും ഒന്നും ധൈര്യമില്ല. അതാണ് അവസ്ഥ. ഇനി ഓട്ടോറിക്ഷക്കാരെ കൊണ്ട് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മിക്ക ഓട്ടോറിക്ഷക്കാരുടെയും ഒരു ചെവിയിൽ ഹെഡ്ഫോൺ ഉണ്ടാകും. ഇതിലൂടെ പാട്ടോ മറ്റോ കേട്ടുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ ഒക്കെ ആയിരിക്കും ഇവരുടെ പോക്ക്. പിന്നിലുള്ള വാഹനം ഹോൺ മുഴക്കിയാലൊന്നും ഇവർ അറിയുകയേയില്ല. ഇനി മറ്റൊരു കൂട്ടർ സ്വകാര്യ ബസ്സുകാരാണ്. തെക്കൻ ജില്ലകളിലേക്ക് വന്നാൽ പിന്നെയും സഹിക്കാം. എന്നാൽ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെയൊക്കെ കാര്യം ചിന്തിക്കാൻ പോലും വയ്യ. ജീവനുമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് മാത്രമേ ഈ സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കഴിയൂ. പൊതുനിരത്തുകളിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്നത് ടിപ്പർ ലോറികളാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ടിപ്പർ ലോറികൾ ഉണ്ടാക്കുന്ന അപകടം ഇപ്പോൾ വളരെ കുറവാണ്. ഇനി മറ്റൊരു കൂട്ടരുണ്ട്. ഭാര്യയും ഭർത്താവും യാത്ര ചെയ്യുന്ന ചില കാറുകൾ ശ്രദ്ധിച്ചാലറിയാം. ഒരുപാട് കാലം പിരിഞ്ഞു താമസിച്ചവർ അന്ന് കാണുന്നത് പോലെ ലോകകാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും പോക്ക്. പരിസരത്തെക്കുറിച്ചൊന്നും ഇക്കൂട്ടർക്ക് യാതൊരു ബോധവും ഉണ്ടാകില്ല. അത്രയ്ക്ക് സംസാരത്തിൽ ലയിച്ചായിരിക്കും പോക്ക്. പിന്നിൽ വരുന്ന വാഹനം ഹോൺ മുഴക്കുന്നതും അവരറിയില്ല. പിന്നിലുള്ള വാഹനത്തിന് സൈഡ് കൊടുക്കണമെന്നും അവർക്കറിയില്ല. അതാണ് അവസ്ഥ. അതങ്ങനെ കുറേ എണ്ണം. ഇനിയുള്ള കൂട്ടർ ചില ഇരുചക്ര വാഹന യാത്രക്കാരാണ്. റോഡിലെ വെള്ള വര കണക്കാക്കിയാണ് അവരുടെ പോക്ക്. റോഡിൽ വരച്ചിരിക്കുന്ന വെള്ള വരയിൽ കൂടിയാണ് വാഹനം ഓടിക്കേണ്ടതെന്നാണ് ഇവരുടെ വിചാരം. ഹോൺ അടിക്കുകയല്ല, ആന ചിഹ്നം വിളിച്ചാലും
അവർ ആ വരയിൽ നിന്ന് 1 ഇഞ്ച് അങ്ങോട്ടോ 1 ഇഞ്ച് ഇങ്ങോട്ടോ മാറില്ല. നിയമലംഘനം നടത്തുന്നവർക്ക് പിഴ കൊടുത്തിട്ട് കാര്യമില്ല. നിയമലംഘനത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് പൊതുസ്ഥലങ്ങളും ആശുപത്രികളുമൊക്കെ ശുചീകരിക്കാൻ നിയോഗിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, എല്ലാവർക്കും ഗതാഗത നിയമങ്ങളെക്കുറിച്ചും പൊതുനിരത്തുകളിലെ ഡ്രൈവിംഗ് മര്യാദകളെക്കുറിച്ചും ബോധവൽക്കരണവും നൽകണം. അല്ലാതെ മന്ത്രിയുടെ വാഹനത്തിൽ ക്യാമറ പിടിപ്പിച്ച് 10-15 പേരെ പിടികൂടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.